വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. വരുന്ന 3 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് വിവരങ്ങൾ. വിശദാംശങ്ങളുമായി ലക്ഷ്മി പ്രിയ ചേരുന്നുണ്ട്. ലക്ഷ്മി, അടുത്ത 3 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മഴ മുന്നറിയിപ്പുകൾ ഇന്ന് ഏത് രീതിയിലാണ്? അതുപോലെ തന്നെ മലബാർ മേഖലയിൽ അടക്കം ഇന്നലെ വലിയ മഴയുണ്ടായിരുന്നു, ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നല്ലോ. ശ്രീകാർത്തിക കാലവർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. അതേസമയം കോഴിക്കോടും അതേപോലെ വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ 4 ജില്ലകളും റെഡ് അലർട്ടായിരുന്നു. ഇതേ തുടർന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി സൈറൻ അടക്കം മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ അതിശക്തമായ മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പലയിടങ്ങളിലും മതിലിടിഞ്ഞു വീഴുന്ന സാഹചര്യം, അതുപോലെ തന്നെ വീടുകൾ തകരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഏതായാലും വൈകുന്നേരത്തോടു കൂടി തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴ ശമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോഴും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതേസമയം കടലാക്രമണത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ ഇറങ്ങരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം അതായത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഈ 2 ജില്ലകളിലും ജില്ലാ ഭരണകൂടം വളരെയേറെ ജാഗ്രതയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ ഈ 2 ജില്ലകളിലും തുടർന്നിരുന്നു. ഇപ്പോൾ രാവിലെ കൂടി മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്.